സംസ്ഥാനം കടുത്ത ധനപ്രതിസന്ധിയിലാണ് എന്ന കാര്യം എല്ലാവർക്കും നല്ലവണ്ണം അറിയാവുന്ന കാര്യമാണ്. കാരണം അതിപ്പോൾ ഒരു പക്ഷേ ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരു സംസ്ഥാനം 28 സംസ്ഥാനങ്ങളിൽ ഒന്നായ കേരള സംസ്ഥാനം അതാണ് കടുത്ത ധനപ്രതിസന്ധിയിലാണെന്ന് ഓർത്തു നോക്കണം. അതിൻ്റെ ഒരു പശ്ചാത്തലം, അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ കേരളം 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ധാരാളം 1980 മുതലേ ഇങ്ങോട്ട് അങ്ങനെയാണ്. പ്രത്യേകമായിട്ടും ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സൊക്കെ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയ, കണക്ക് കൂട്ടാൻ തുടങ്ങിയ 1990 തൊട്ട് ഇങ്ങോട്ടുള്ള ഏത് വർഷം എടുത്തു നോക്കിയാലും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ കേരളമാണ് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത്. അത് തന്നെയുമല്ല, മറ്റൊരു പ്രത്യേകത, കേരളത്തിൻ്റെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ വെസ്റ്റേൺ കൺട്രീസ്, അതായത് യൂറപ്പിനോടും അമേരിക്കയോടുമൊക്കെ കിടപിടിക്കത്തക്ക ഉള്ള രീതിയിലുമാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ് ഇത്ര കടുത്ത ധനപ്രതിസന്ധിയിലേക്ക് മുങ്ങി താണുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോഴാണ് നാം സ്തബ്ധരായി പോകുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്ന അറിവ് എന്താണെന്ന് വെച്ചാൽ, ഖജനാവിൽ ഒരു ചെക്ക്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചെക്കുകളാകട്ടെ, ആരുടെയും ചെക്കുകൾ മാറാൻ പറ്റാത്ത രീതിയിൽ ഖജനാവ് കാലിയായിരിക്കുകയാണ്. അപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവയ്ക്ക്, അതായത് സംസ്ഥാനത്തിൻ്റെ ഒരു 30 പ്ലാൻ ഫണ്ടിൻ്റെ ഒരു 30% അതിന് മുകളിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ കൊടുക്കേണ്ട ഫണ്ടായിട്ട് ഇക്കഴിഞ്ഞ ബജറ്റിൽ, അതായത് 2023-24 ബജറ്റിൽ കൃത്യമായി പറഞ്ഞിരുന്ന കണക്ക്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 7460.65 കോടി 7460.65 കോടി നൽകുമെന്നായിരുന്നു. അത് 3 ഗഡുക്കളായിട്ടാണ് സാധാരണ നൽകുക. അപ്പോൾ അങ്ങനെ കൊടുക്കേണ്ടിയിരുന്ന 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കേരളത്തിലുള്ളത്. ഈ 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി പക്ഷേ നൽകിയത് ആകെ നൽകിയത്, ഇങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞ 7460.65 കോടിയിൽ നിന്ന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും കൂടി എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രാമപഞ്ചായത്തുകളുണ്ട്, അതിനു മുകളിൽ നഗര പഞ്ചായത്തുകളുണ്ട്, കോർപ്പറേഷനുകളുണ്ട്. ഇവയ്ക്കെല്ലാം കൂടി കൊടുത്തത് എത്രയാണ്? 2489 കോടി, അതായത് 33%, അത്രയും മാത്രമാണ് കൊടുത്തത്. അപ്പോൾ അത് എത്രയൊക്കെയാണ് കൊടുത്തത്? അങ്ങനെ ഇപ്പോൾ ട്രഷറിയിൽ വന്ന് കിടക്കുന്ന ഈ 33% എന്ന് പറയുന്നതിനോടൊപ്പം ട്രഷറിയിൽ ഇപ്പോൾ കൊടുക്കാതെ, അതായത് പാസ്സാക്കാതെ ഇട്ടിരിക്കുന്ന ബില്ലുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബില്ലുകൾ 440.51 കോടിയുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മാത്രം ബില്ലുകൾ ട്രഷറിയിൽ മാടാതെ കിടക്കുകയാണ്. അപ്പോൾ ആ ബില്ലുകൾ എല്ലാം മാറ്റി കൊടുക്കുകയാണെങ്കിൽ, അതിനുള്ള ഫണ്ട് കണ്ടെത്തുകയാണെങ്കിൽ, ഈ 33.3% എന്നുള്ളത് 39% ഉയരും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 39.25% ഉയരും. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി ചെലവുകളുടെ കാര്യമാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ പദ്ധതി ചെലവുകൾ കഴിഞ്ഞ വർഷവും ഇതിൽ നിന്നൊട്ടും വിഭിന്നമായിരുന്നില്ല. ഈ വർഷവും അങ്ങനെ തന്നെ. അതായത് ഈ 2ാം പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം പദ്ധതി ചെലവുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേതാകട്ടെ സംസ്ഥാനത്തിൻ്റേതാകട്ടെ എല്ലാം ഇങ്ങനെ പരുങ്ങലിലാണ്. അതായത് ബജറ്റിൽ ഒന്ന് പ്രഖ്യാപിക്കും, പക്ഷേ അനുഭവത്തിൽ, അതായത് പ്രവൃത്തിയിൽ വളരെ അതിൻ്റെ വലിയ ഒരു 50% താഴെ, ഇപ്പോൾ ഈ 33% എന്ന് പറയുന്നത് പോലും ഊതിപ്പെരിപ്പിച്ച കണക്കാകാനാണ് സാധ്യത എന്നുള്ളതിന് സംശയമില്ല. അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങൾ ഞാൻ സാവകാശം തീർച്ചയായിട്ടും വെളിപ്പെടുത്തുന്നതാകുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഇനിയിപ്പോൾ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ വർഷം ആകെ അവതരിപ്പിച്ച 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ളവർ 86,883 പദ്ധതികളാണ് അവർ സർക്കാരിന് മുൻപിൽ സബ്മിറ്റ് ചെയ്തത്.
86,883 പ്രോജക്റ്റുകൾ, പദ്ധതികൾ അവർ സർക്കാരിന് മുൻപിൽ വയ്ക്കുന്നു. ആ വകയിൽ ആണ് ഇനി ബാക്കി കിടക്കുന്ന ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. അങ്ങനെ ബാക്കി, അതായത് ഒന്നും ചെയ്യാതെ 1800 പ്രോജക്റ്റുകളുടെ ബില്ലുകളാണ് മാറാൻ കിടക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ 440.51 കോടിയുടെ ബില്ലുകൾ മാറാൻ കിടക്കുന്നു എന്ന് പറഞ്ഞല്ലോ ട്രഷറിയിൽ. ആ ബില്ലുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 18,000 പരം ബില്ലുകളിലൂടെയാണ് ഈ 440.51 കോടി മാറാൻ കിടക്കുന്നത്. ഈ 18,000 പരം ബില്ലുകൾ മാറിക്കിട്ടുകയാണെങ്കിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി ചെലവ് 39.25% ആകുമെന്ന്. അപ്പോൾ അത് മാറിക്കിട്ടാനുള്ള സാധ്യതകളുണ്ടോ? ഇതൊക്കെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി ഇത് കോർപ്പറേഷനിലേക്ക് വന്നാൽ പഞ്ചായത്തുകളിൽ ഇതാണ് 1200 പഞ്ചായത്തുകളിൽ 33% ഇപ്പോൾ ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്. ബില്ലുകൾ മാറിക്കിട്ടിയാൽ അത് 39% ഉയരും. അതേ സമയത്ത് കോർപ്പറേഷനുകളെ നോക്കുകയാണെങ്കിൽ 25% നിൽക്കുകയാണ് അവയുടെ പദ്ധതി ചെലവുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള, അതുപോലെ 87 നഗരസഭകളുണ്ട്. ആ നഗരസഭകളുടെ കാര്യമാണെങ്കിൽ 30% താഴെയാണ്. അപ്പോൾ ഇവരെക്കാളൊക്കെ മെച്ചപ്പെട്ടത്, അത് നഗരസഭകളെക്കാളും കോർപ്പറേഷനുകളെക്കാളും മെച്ചപ്പെട്ട പ്രകടനമാണ്, അല്ലെങ്കിൽ മെച്ചപ്പെട്ട രീതിയിൽ തദ്ദേശ സ്വയംഭരണ പഞ്ചായത്തുകൾ ചെലവഴിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതിൽ തന്നെ ചില കണക്കുകൾ തെറ്റാണോ ശരിയാണോ എന്ന് നമുക്ക് സംശയം തോന്നാനുള്ള സാധ്യതകളുണ്ട്. എന്തുമാകട്ടെ, അതിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങൾ നമുക്ക് പിന്നീട് കാണാൻ പറ്റും. അപ്പോൾ ഈ പ്ലാൻ ഫണ്ട്, അതായത് ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ഫണ്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ 7,460.65 കോടിയെ 3 ഗഡുക്കളായിട്ട്, ഒരു ഗഡുവിൽ കൊടുക്കേണ്ടത് 1,851 കോടി രൂപയാണ്. അങ്ങനെയാണ് 1,851 കോടി രൂപ വെച്ച് 3 ഗഡുവായിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യ ഗഡു ഏപ്രിലാണ് കൊടുത്തത്. രണ്ടാമത്തെ ഗഡു ഡ്യൂ ആകുന്നത് ഓഗസ്റ്റിലാണ്. പക്ഷേ ആ രണ്ടാമത്തെ ഗഡു കൊടുക്കാനുള്ള തീരുമാനം ഗവൺമെൻറ് എടുക്കുന്നത് തന്നെ നവംബറിലാണ്. അത് മൂന്നാമത്തെ ഗഡു നൽകിയിട്ടുമില്ല. അപ്പോൾ 2 ഗഡുക്കൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മൂന്നാമത്തെ ഗഡു ഇതുവരെ കൊടുത്തിട്ടില്ല. അത് കൊടുക്കുമെന്ന് ഇനി ഒട്ടും പ്രതീക്ഷിക്കാനും സാധ്യതയില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പിന്നെ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പദ്ധതി വിഹിതം എന്ന് വെച്ചാൽ ഒരു വികസന പ്രവൃത്തിയും, അതായത് നമുക്കറിയാം ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകൾ വലിയ ശോച്യാവസ്ഥയിലാണ്. നവകേരള സദസ്സ് നടത്തിയപ്പോൾ സ്കൂളുകളുടെയൊക്കെ മതിൽ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ നടത്തിയിരുന്ന നിർമ്മാണങ്ങൾ പോലും നശിപ്പിച്ച ഒരു പശ്ചാത്തലമാണ് ഈ വർഷത്തെ കേരള സമ്പദ്ഘടനയെ സംബന്ധിച്ചിടത്തോളം. ഇൻഫ്രാസ്ട്രക്ചർ ആകട്ടെ, അങ്ങനെയുള്ള ഏത് വെച്ച് എടുത്ത് നോക്കിയാലും. അപ്പോൾ അങ്ങനെയുള്ള നമുക്കറിയാമല്ലോ, കേരളീയം നടത്തി കഴിഞ്ഞപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന്. അത് എങ്ങനെയാണ് നമുക്കതിനെ വർണ്ണിക്കാൻ പറ്റുക? വലിയ ഗർത്തങ്ങളും ചെളി കുണ്ടുകളും ഒക്കെ ആയിട്ട് നിറഞ്ഞു കിടന്നു. അവിടെ ഒരു തരത്തിലുള്ള സ്പോർട്സുകാർക്കും കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിച്ചിട്ടിരുന്നു. അതായത് ലക്ഷങ്ങളുടെ ചെലവ് വഹിച്ചാൽ മാത്രമേ അത് വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കാൻ പറ്റുകയായിരുന്നുള്ളൂ. ആ തരത്തിലാണ് ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ സ്റ്റേഡിയങ്ങളോ അല്ലെങ്കിൽ ഈ നവകേരള സദസ്സ് നടത്താൻ ഉപയോഗിച്ച സ്ഥലങ്ങൾ, വേദികളോ, അങ്ങനെ ആ വേദിയോട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളോ ഒക്കെ ആക്കിയിരുന്നത്. അത് മാത്രവുമല്ല, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ടിയിരുന്ന പദ്ധതി ഫണ്ട് കൊടുത്തില്ല എന്നതിലുപരി നാം കാണേണ്ടത്, നവകേരള സദസ്സ് നടത്തിയപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടെല്ലാം തനത് ഫണ്ടിൽ നിന്ന് ഇത്ര എമൗണ്ട് വെച്ച് നവകേരള സദസ്സിൻ്റെ വിജയത്തിന് വേണ്ടി സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അതുകൂടാതെ തന്നെ കോഴിമുട്ടയായിട്ടും കോഴിയിറച്ചിയായിട്ടും ഒക്കെ ധാരാളം സംഭാവനകൾ ഇവരെ പോറ്റുന്നതിന് വേണ്ടി, ആരെ തീറ്റിപ്പോറ്റുന്നതിന് വേണ്ടി ഗവൺമെൻറ് മെഷീനറിയെയും പിന്നെ അവർ ക്ഷണിച്ചിരുന്ന, അവരുടെ ക്ഷണം ലഭിച്ചിരുന്ന പ്രമുഖരെയും, അതായത് പൗരപ്രമുഖരെയും അവരെ തീറ്റിപ്പോറ്റാനാണ് അതുപോലെ ഇതിൻ്റെ ആർഭാടങ്ങളൊക്കെ നടത്താനും ഒക്കെ വേണ്ടിയാണ്
തനത് ഫണ്ടിൽ നിന്ന്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരളത്തിൽ തനത് ഫണ്ട് വളരെ തുച്ഛമാണ്. തനത് ഫണ്ട് തുച്ഛമായിരിക്കുന്നതിൻ്റെ കാരണം അവർ തന്നെയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാര്യക്ഷമമായി എവിടെ നിന്നാണ് വരുമാനം കണ്ടെത്തേണ്ടത് എന്ന് കണ്ടെത്താൻ കഴിവ് കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിൽ, കാരണം ഒരുപാട് ടൂറിസം സാധ്യതകളും എല്ലാം ഉള്ള സംസ്ഥാനമാണ്, പക്ഷേ ആ ഉള്ള സാധ്യതകളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല. അതുമാത്രവുമല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് നിങ്ങളുടെ തനത് ഫണ്ടിൽ നിന്ന് ഇത്രയും ഇങ്ങോട്ട് തരൂ, പിന്നെ നവകേരള സദസ്സിന് തരൂ എന്ന് പറഞ്ഞ് ആക്രോശിക്കുമ്പോൾ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ അടിയൻ പിന്നെ ഇത് തരാൻ പറ്റില്ല, കാരണം അടിയന് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണെന്ന് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാനുള്ള തൻ്റെ ഇടം അത് കാണിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊന്നുമില്ല. പിന്നെ UDFൻ്റെ കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് UDF ഒരു തീരുമാനമായിട്ട് എടുത്തിരുന്നത് കൊണ്ട് ഒരു പക്ഷേ അതിൽ നിന്ന് വിട്ടുനിന്ന് കാണും. അപ്പോൾ ഇനി വേണമെങ്കിൽ ഈ അങ്ങനെ വിട്ടുനിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഫണ്ട് കൊടുക്കാത്ത, തനത് ഫണ്ടിൽ നിന്ന് കൊടുക്കാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രക്രിയ കുറച്ചും കൂടി മെച്ചപ്പെട്ടതായിരുന്നോ മറ്റ് ഈ കൊടുത്തവരെക്കാളും എന്നുകൂടി അന്വേഷിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അങ്ങനെ തനത് ഫണ്ടിൽ നിന്ന് പോലും കൈയിട്ട് വാരിയ ഗവൺമെൻറ്റാണ് ഈ പദ്ധതി വിഹിതം 33%, 25%, 30% എന്ന രീതിയിൽ മാത്രം കൊടുത്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രക്രിയയ്ക്ക് പാര വെച്ചിരിക്കുന്നത്, അഥവാ വികസന പ്രക്രിയയെ വെട്ടിമുറിച്ചിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാനായിട്ട്.